നമസ്കാരം. ബീഫ് തീറ്റിക്കാൻ നോക്കി വെട്ടിലായ ഷിയാസ് കാക്കയ്ക്ക് വീണ്ടും അടുത്ത പണി റെഡിയായിട്ടുണ്ട്. അതായത് യുവതി കേസ് നൽകിയിരിക്കുകയാണ്. 65 ലക്ഷം രൂപ തട്ടിയെടുത്തെന്നും അതോടൊപ്പം തന്നെ യുവതിയെ ഭയപ്പെടുത്തി, അതായത് നഗ്ന ദൃശ്യങ്ങൾ പോൺ സൈറ്റിലടക്കം പബ്ലിഷ് ചെയ്തുകൊണ്ട് പകരം വീട്ടും എന്ന തരത്തിലുള്ള ഫോൺ സംഭാഷണം അടക്കം അന്വേഷണ ഏജൻസിക്ക് മുന്നിൽ സമർപ്പിച്ചുകൊണ്ടാണ് ഇത്തവണ യുവതി പരാതി നൽകിയിരിക്കുന്നത്. ഇത്തവണ ഷിയാസിക്കയ്ക്ക് ഒരു കാരണവശാലും മോചനമില്ല. എന്തായാലും ഇനി ജയിലിൽ കിടന്നുകൊണ്ട് ആൾക്കാരെ ബീഫ് തീറ്റിക്കുവാൻ നോക്കുവാനേ ഷിയാസ് കക്കയ്ക്ക് കഴിയുകയുള്ളൂ. നേരത്തെ തന്നെ ഷിയാസിനെ കുറിച്ചുള്ള പരാതികൾ ഉയർന്നിരുന്നു. നേരത്തെ ഔറംഗസേബുമായിട്ട് ചേർന്നുകൊണ്ട് കൊട്ടേഷൻ പരിപാടികൾ നടത്തും. ഈ ഔറംഗസേബ് എന്ന് പറയുമ്പോൾ ചെറിയ ആളൊന്നുമല്ല. ATS ഉൾപ്പെടെ ചോദ്യം ചെയ്തിട്ടുള്ള ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് ഉൾപ്പെടെ ഔറംഗസേബിനെ ഈ ഭീകരവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുത്തി ചോദ്യം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പെരുമ്പാവൂർ അനസ് കോടികൾ മുക്കിക്കൊണ്ട് എറണാകുളത്ത് നിന്ന് മുങ്ങിയ ഭീകരവാദ റിക്രൂട്ട്മെൻറ്റിലടക്കം പ്രതിയായിട്ടുള്ള പെരുമ്പാവൂർ അനസിൻ്റെയും കൂട്ടാളിയായിരുന്നു ഷിയാസ് കരീം. ഈ ഷിയാസ് കരീം ഇയാളെ അറിയില്ല എന്നൊക്കെ രീതിയിൽ ഔറംഗസേബിനോട് പറഞ്ഞിരുന്നു. പക്ഷേ ഔറംഗസേബ് തെളിവടക്കം പൊളിച്ചു കൊടുക്കുകയായിരുന്നു ഷിയാസ് കരീമിന്. പൊള്ളാച്ചിയിൽ വെച്ച് കൊട്ടേഷൻ പോലും ഈ ഔറംഗസേബിനെ ഏൽപ്പിക്കുകയും ഷിയാസ് നേരത്തെ പെരുമ്പാവൂർ അനസിനെ ഏൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ പറഞ്ഞ് തിരിച്ച് മറുപടി കൊടുത്തുകൊണ്ടതാണ് കോൾ റെക്കോർഡുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുകയാണ്. അത്തരം വിവരങ്ങൾ നേരത്തെ നമ്മളേവരും കേട്ട ഒരു കാര്യം തന്നെയാണ്. അത്തരത്തിലുള്ള ഷിയാസ് കരീമിൻ്റെ പ്രധാനപ്പെട്ട ഹോബി എന്ന് പറയുന്നത് കേരള സ്റ്റോറി സ്റ്റൈലിൽ ഹിന്ദുക്കളായിട്ടുള്ള പെൺകുട്ടികൾ, തൻ്റെ സുഹൃത്തുക്കളുടെ ഹിന്ദുക്കളായിട്ടുള്ള പെൺകുട്ടികളുണ്ടെങ്കിൽ അവരെ കൊണ്ട് ബീഫ് തീറ്റിക്കുക എന്നതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഹോബി. പക്ഷേ ഇടയ്ക്ക് വച്ച് ഏറിൽ പോയി. ഏറിൽ പോയത് ഇക്കായ്ക്ക് വലിയ സങ്കടമായി പോയി. കാരണം ആ സമയത്ത് പറഞ്ഞത് ഓരോ ഹിന്ദുവിലും ഒരു വർഗീയവാദി ഒളിഞ്ഞിരിക്കുന്നു, അങ്ങനെ എന്നെ ആക്രമിക്കുകയായിരുന്നു, അത് ഒരു കാരണവശാലും സംഭവിച്ചുകൂടാത്തതാണ്. ഇനി അനുമോളോടാണ് ഈ രീതിയിൽ ബീഫ് കഴിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. അനുമോൾ അങ്ങനെ വലിയ സങ്കടപ്പെട്ടുകൊണ്ട് ഇന്ന് പറയുകയുണ്ടായി, അയ്യോ ഇക്കായ്ക്കിപ്പോൾ എന്നോട് എന്തെങ്കിലും പറയാൻ വലിയ പേടിയാണ്, ഇക്കായ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമോ. ചെയ്യുന്ന ചെയ്തികളൊക്കെ ഇങ്ങനെയാണ്: 65 ലക്ഷം രൂപ തട്ടിയെടുക്കുക, പോൺ സൈറ്റിലടക്കം യുവതിയുടെ നഗ്ന ദൃശ്യങ്ങൾ പ്രദർശിപ്പിക്കുമെന്ന് പറയുക. ഇങ്ങനെയൊക്കെയുള്ള ഹോബികളാണ്, ചെറിയ ഹോബികളാണ് ഈ ഷിയാസ് കരീം ഇപ്പോൾ കാണിച്ചുകൊണ്ടേയിരിക്കുന്നത്. എന്തായാലും ആങ്ങളെയും പെങ്ങളെയും എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും കുറച്ച് നാൾ കൂടെ അനുമോൾക്ക് ഷിയാസ് കാക്കയുടെ കൂടെ നടക്കാൻ പറ്റും. ഷിയാസിക്ക ഇനി ജയിൽ ആകുന്നത് വരെയെങ്കിലും ഇത്തരത്തിൽ വലിയ രീതിയിൽ ഇങ്ങനെ സ്വതന്ത്രമായിട്ട് നടക്കാൻ പറ്റും. എന്തായാലും ധാരാളം പരാതികളാണ് ഷിയാസ് കരീമിന് നേരെ വരുന്നത്. നേരത്തെ സ്റ്റാർ മാജിക്കിലായിരുന്നപ്പോഴും പലതവണ ഷിയാസ് കരീമിനെ ഇതിൻ്റെ ഡയറക്ടറായിട്ടുള്ള അനൂപ് ജോൺ പുറത്താക്കി നിർത്തിയിട്ടുണ്ട്. അത്തരത്തിൽ ഒരു ട്രാക്ക് റെക്കോർഡുള്ള ആളാണ് ഷിയാസ് കരീം. പണം നേടിയെടുക്കുവാൻ വേണ്ടിയിട്ട്, പണം കിട്ടുവാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യുവാൻ മടിയില്ലാത്ത ആളാണ് ഷിയാസ് കരീം എന്നാണ് നമുക്ക് ഈ വാർത്തയിൽ നിന്ന് വായിച്ചെടുക്കുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പെങ്ങന്മാരെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് വീണ്ടും കളിക്കുമ്പോൾ അവരുടെ കയ്യിൽ നിന്നും പൈസ അടിച്ചു മാറ്റുന്നത് എന്ന് ഇനി അറിയില്ല. അതുവരയ്ക്കും ഇവർക്കിങ്ങനെ ഷിയാസ് കാക്കയുടെ പുറകെ വാലായി നടന്നുകൊണ്ട് കാര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകാം. എന്തായാലും അങ്ങനെ കുറച്ച് നാളും കൂടെ കടന്നു വയ്ക്കോട്ടെ. വിധിയെ തടുക്കുവാൻ ആർക്കും സാധിക്കില്ലല്ലോ. എന്തായാലും ബീഫ് കാര്യത്തിൽ എയറിലായതിന് ശേഷം ഇപ്പോൾ ഒന്ന് ഇറങ്ങിയതേ ഉള്ളൂ. ഇപ്പോൾ അതാ വീണ്ടും അടുത്ത പരാതിയോടുകൂടി കാക്ക എയറിലാണ്. കാക്കയ്ക്ക് ഇനി പറന്ന് നടക്കാം, സ്വതന്ത്രമായിട്ട് എയറിൽ പറന്ന് നടക്കാം. ഉടൻ തന്നെ അന്വേഷണ ഏജൻസികൾ വന്ന് തൂക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂട്ടിലിട്ട ഒരു കാക്കയായിട്ട് ഷിയാസ് കാക്ക മാറും എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയം കഴിയുമ്പോൾ എന്താണ് ഇനി കലാകാരൻ്റെ ഭാവി, നടൻ്റെ ഭാവി എന്താണ് എന്ന് ഇനി അറിയാൻ കഴിയുള്ളൂ. ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ അറിയാൻ കഴിയും. എന്തായാലും അറസ്റ്റിനുള്ള ഒരു വക തന്നെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് കാക്ക. ഈ രീതിയിൽ സൈബർ കേസുകളടക്കം, മറ്റ് സ്ത്രീകളുടെ ലൈംഗിക കുറ്റകൃത്യം അടക്കമുള്ള കാര്യങ്ങൾ, പീഡനമടക്കമുള്ള കാര്യങ്ങൾ എന്തായാലും ഉടൻ തന്നെ പുറത്ത് വരുന്നതാണ്. ഇനി കുറച്ച് നാളുകൂടെ BJPയെ കുറ്റം പറഞ്ഞുകൊണ്ട് BJP LJP എന്നോ AJP എന്നോ ഒക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് നാളുകൂടെ നടക്കാം. അത്രയും
നാളുകൂടെ ചിലപ്പോൾ സ്വതന്ത്രമായിട്ട് നിൽക്കുവാനായിട്ട് സാധിച്ചെന്നിരിക്കും. ചിലപ്പോൾ അത്രയും പോലും പറ്റുന്നുണ്ടാവില്ല. മണിക്കൂറുകൾക്കകം തന്നെ ഷിയാസ് കാക്കയെ കൂട്ടിൽ കയറ്റുവാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയുവാൻ കഴിയില്ല. ഇനി അവിടെ കിടന്ന് ബീഫ് തീറ്റിക്കുവാൻ വേണ്ടിയിട്ട് മാത്രമേ കഴിയുകയുള്ളൂ എന്നതാണ്. നേരത്തെ സ്റ്റാർ മാജിക്കിലൊക്കെ ഈ രീതിയിലായിരുന്നു. പക്ഷേ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒന്നും വന്ന് ഈ ബീഫ് തീറ്റയുടെ കാര്യം ഈ സമയത്ത് പറയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇതിപ്പോൾ വേറെ ആരോ ഒന്ന് മൂട്ടി വിട്ടതിൻ്റെ ഭാഗമായിട്ട് വേറെ ആരോ ഒന്ന് നല്ല ശക്തമായ പ്രോത്സാഹനം നൽകിയതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് ഒന്ന് സ്റ്റാർ ആകാൻ വേണ്ടിയിട്ടാണ്. കാരണം വലിയ പ്രസിദ്ധിയൊന്നും ഇടക്കാലങ്ങളിൽ കുറച്ച് കിട്ടുന്നില്ല. കലാകാരന്മാർക്ക് കിട്ടും, പക്ഷേ കലാകാരന്മാരാണെന്ന് മേനി നടിച്ച് നടക്കുന്നവർക്കൊന്നും ഈ രീതിയിലുള്ളൊരു പ്രോത്സാഹനമൊന്നും ജനം നൽകില്ല. എന്തായാലും ഇപ്പോൾ നല്ല പ്രോത്സാഹനമാണ് നൽകിയിട്ടുള്ളത്. ഇനി ജിമ്മിന് പുറമെ മറ്റുള്ള ഈ ബീഫ് തീറ്റയും മറ്റുള്ള കാര്യങ്ങളുമായിട്ട് മറ്റാരെങ്കിലും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി മറ്റാരെങ്കിലും ഏൽപ്പിക്കുന്നതായിരിക്കും നല്ലത് എന്ന് തോന്നുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.